ജാം ഉണ്ടാക്കാനായിട്ട് ഏതുതരം മാങ്ങയും ഉപയോഗിക്കാം. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാട്ടുമാങ്ങയാണ്. കൂടുതൽ മധുരമുള്ള ഒരു സൈസാണിത്. അപ്പോൾ ഇത് ഭംഗിയായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് അതിൻ്റെ പൂളുകൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എടുത്ത ശേഷം മിക്സിയിലിട്ട് ഒന്ന് അരയ്ക്കേണ്ടതായിട്ടുണ്ട്. മിക്സിയിലിട്ട് അരയ്ക്കാം. ഒരു 2-3 സെക്കൻഡ് അരച്ചാൽ മതി. ഇതുപോലെ നല്ല രീതിയിൽ നമുക്കെടുക്കാൻ പറ്റും. അതിൻ്റെ ജ്യൂസ് കിട്ടും. എന്നിട്ടത് പാത്രം അടുപ്പിൽ വെച്ച് അത് അരച്ചത് അതിലേക്കിടുക. ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കണം, അടുക്കി പിടിക്കാതെ, കരിയാതെ. കുറച്ച് പഞ്ചസാര ഇടാം പാകത്തിന്. പഞ്ചസാര ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. ഇത്ര ഇടുന്നുണ്ട് ഇവിടെ. എന്നിട്ടും നന്നായിട്ട് ഇളക്കി ഒരു ചെറിയ ഈ പച്ച മണമൊക്കെ മാറുന്ന പോലെ ഇളക്കി ഒന്ന് വറ്റിക്കണം. രണ്ട് 3 മിനിറ്റ് കൊണ്ട് ഈ പരുവമായിട്ടുണ്ട്. കുറച്ചുകൂടെ വറ്റാനുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം ഇതിനകത്തേക്ക്. ഒരു 2-3 സ്പൂൺ ഒഴിക്കാം. നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറച്ചുകൂടെ ആകുമ്പോൾ ഈ ഒരു പരുവമാവും. ഇതാകുമ്പോഴും നമുക്ക് ഇളക്കൽ നിർത്താം. എത്തിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള ജാം റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.